ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു രുചിയിലുള്ള പാൽക്കപ്പയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മളത് ഉണ്ടാക്കാനായിട്ട് ഒരു 1/2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ അതിൻ്റെ തോലൊക്കെ പൊടിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അധികം കൊത്തിയാണ് നമ്മൾ എടുക്കേണ്ടത്. സൈസ് അധികം എല്ലാം ഒരുപോലെ നമ്മൾ കൊത്തിയെടുക്കണേ, എന്നാലും നമുക്ക് ഒരുപോലെ വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് വെള്ളത്തിലിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. അതിനുശേഷം വെള്ളം തിളയ്ക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയ കപ്പ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യമേ ഉപ്പിട്ടെങ്കിൽ മാത്രമേ കപ്പയിൽ ഉപ്പ് പിടിച്ച് കിട്ടുകയുള്ളൂ. ഇപ്പം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കപ്പ. നമുക്ക് ഇനി ഇത് ഊറ്റി എടുക്കാം കേട്ടോ. സ്റ്റെയിനർ വെച്ച് ഊറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തെടുത്തതും 2 പച്ചമുളകും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് തേങ്ങാപ്പാലാണ്, 1 കപ്പ് തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. നമ്മളൊരു ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങാപ്പാലൊന്ന് ചൂടായി വരേണ്ടത്. പാലൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒറ്റ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് 1.5 കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ ഒരു 1/2 കപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടോട്ടെ തേങ്ങാപ്പാൽ. നമ്മൾ ഒരു 1/2 കിലോ കപ്പയ്ക്ക് ഒരു 1.5 കപ്പ് മതിയാവും കേട്ടോ. ഇത് തണുത്ത് കഴിയുമ്പം കുറച്ചുകൂടെ കട്ടിയാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് വേണം നമ്മൾ ലൂസാക്കി എടുക്കേണ്ടത്. കുറച്ച് ലൂസായിരുന്നെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ. ബാക്കിയുള്ള 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ശേഷം നമുക്കൊന്ന് താളിച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം. കരിവേപ്പിലയും കുഞ്ഞുള്ളിയും വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഒന്ന് താളിച്ചൊഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇപ്പം കുറവായിരിക്കും കേട്ടോ. നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ഒന്ന് ഇട്ടിട്ട് താളിച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ പാൽക്കപ്പ ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മൾ അധികം ഉടച്ചെടുക്കരുത്, കുറച്ച് കടിക്കാൻ നമ്മൾ കിട്ടുന്ന വിധത്തിൽ വേണം നമ്മൾ എടുക്കേണ്ടത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് മീൻ കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെയോ ബീഫ് കറിയുടെ കൂടെയോ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരിക്കലെങ്കിലും ഇത് കഴിച്ചിരിക്കണം കേട്ടോ. കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ്. നല്ല ആണ്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ന്യൂ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയത്. വീണ്ടും നമുക്കൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം.